കുരുക്ഷേത്ര യുദ്ധത്തിന്റെ 11ാമത്തെ ദിവസം, അതായത് ദ്രോണാചാര്യർ കൗരവപക്ഷത്തിന്റെ പടത്തലവനായി അംഗരാജൻ കർണൻ യുദ്ധഭൂമിയിൽ പ്രവേശിക്കുന്ന ആ ദിവസം തൊട്ടാണ് സത്യം പറഞ്ഞാൽ കുരുക്ഷേത്രത്തിലെ ഗംഭീരമായിട്ടുള്ള പല പോരാട്ടങ്ങളും അരങ്ങേറാൻ പോകുന്നത്. അങ്ങനത്തെ ചില മാസ് പോരാട്ടങ്ങൾ കുരുക്ഷേത്ര യുദ്ധത്തിലെ 11ാമത്തെ ദിവസത്തിൽ തന്നെ നടക്കുന്നുണ്ട്. നമുക്ക് കുരുക്ഷേത്രം എന്ന ഈ സീരീസിന്റെ 16ാം എപ്പിസോഡ് നോക്കാം. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. ശസ്ത്രവും ശാസ്ത്രവും ഒരുപോലെ അറിയാവുന്ന മഹാരഥിയായ ദ്രോണർ കൗരവപ്പടയുടെ സർവ്വസൈന്യാധിപനായി ചുമതലയേറ്റതിനു ശേഷം ദുര്യോധനനോട് ആദ്യം ചോദിച്ചത് ഇങ്ങനെയാണ്: ഈ മഹാരഥന്മാർക്കെല്ലാം തലവനാക്കിക്കൊണ്ട് ഈ പടയുടെ പടനായകനായി അങ്ങ് ഇപ്പോൾ എന്നെ ചുമതലപ്പെടുത്തിയേക്കുകയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ശിഷ്യനും അതുപോലെ തന്നെ ഹസ്തിനപുരത്തിൻ്റെ രാജാവുമായ ദുര്യോധന, അങ്ങയോട് ഞാൻ ചോദിക്കുന്നു, ഞാൻ എന്താണ് അങ്ങേക്ക് ചെയ്തു തരേണ്ടത്? ദുര്യോധനൻ്റെ മനസ്സിൽ ഒരുപാട് ചിന്തകളാണ് ആ സമയത്ത് വന്നത്. ഉടനെ തന്നെ ദുര്യോധനൻ തൻ്റെ അനുജനും അതുപോലെ തന്നെ പ്രിയമിത്രത്തിനെയും അടുത്തേക്ക് വിളിച്ചു. ദുശാസനനോടും കർണനോടും കൂടി ആലോചിച്ചിട്ട് ദുര്യോധനൻ വന്ന് ഒരൊറ്റ കാര്യമാണ് പറയുന്നത്: മഹാഗുരുവായ ദ്രോണരെ, അങ്ങ് എനിക്ക് വേണ്ടി ഒരൊറ്റ കാര്യം ചെയ്തു തന്നാൽ മതി. ചക്രവർത്തി സാമ്രാട്ട് യുധിഷ്ഠിരനെ ജീവനോടെ പിടിച്ചെൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തിയാലും അതുമാത്രം അന്ന് ചെയ്തു തന്നാൽ മതി. അങ്ങയുടെ ശക്തിയിൽ ഞാൻ അത്രത്തോളം വിശ്വസിക്കുന്നു. അങ്ങയെക്കൊണ്ട് അനായാസമായി സാധിക്കുക തന്നെ ചെയ്യും. ദ്രോണരുടെ മുഖത്ത് ഒരു പുഞ്ചിരിയാണ് ഉണ്ടായത്. ദ്രോണർ ചിരിച്ചിട്ട് ദുര്യോധനനോട് പറഞ്ഞു: യുധിഷ്ഠിരന് അജാതശത്രു എന്നൊരു പേരുണ്ട്. ആ പേരിൻ്റെ അർത്ഥമെന്ന് പറയുമ്പോൾ ശത്രുക്കളില്ലാത്തവൻ എന്നാണ്. അത് വളരെ അർത്ഥവത്തായിട്ടുള്ള പേരാണെന്ന് നീ ഇപ്പോൾ എൻ്റെ മുന്നിൽ തെളിയിച്ചിരിക്കുകയാണ് ദുര്യോധന. ദ്രോണതി പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ദുര്യോധനൻ ഒരുമാതിരി ഗുരുദേവൻ ഇത് എന്തൊക്കെയാണ് പറയുന്നത് എന്ന മട്ടിലൊരു മറുപടിയാണ് കൊടുത്തേ. ദുര്യോധനൻ ഇങ്ങനെ പറഞ്ഞു: ഗുരുദേവ, അങ്ങ് വിചാരിക്കുന്നത് പോലെ യുധിഷ്ഠിരനോടുള്ള എൻ്റെ സ്നേഹം കൊണ്ടൊന്നുമല്ല അവനെ വധിക്കാതെ ജീവനോടെ പിടിച്ചുകൊണ്ട് വരണമെന്ന് ഞാൻ പറഞ്ഞത്. സംഭവം ഒരു കാര്യം എനിക്ക് നല്ലതുപോലെ അറിയാം, സംശയമില്ലാതെ എനിക്കറിയാം. യുധിഷ്ഠിരനെ ആരെങ്കിലും കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് വധിച്ചാൽ അവൻ്റെ സഹോദരന്മാരായിട്ടുള്ള പാർത്ഥന്മാർ, അതായത് അർജുനനും ഭീമനും ആണല്ലോ പൃഥയുടെ പുത്രന്മാർ, പാർത്ഥന്മാരവരാണല്ലോ. പാർത്ഥന്മാർ, അതായത് അർജുനനും ഭീമനും നമ്മളെ ആരെയും പിന്നെ വെറുതെ വെച്ചേക്കത്തില്ല. യുധിഷ്ഠിരൻ എന്തെങ്കിലും പറ്റിയാൽ യുധിഷ്ഠിരൻ്റെ സഹോദരന്മാരായിട്ടുള്ള ആ 2 പാർത്ഥന്മാർ നമ്മളെ എല്ലാവരെയും വധിച്ചിരിക്കും. ഈ യുദ്ധം അവന്മാർ 2 കൂടെ പെട്ടെന്ന് അവസാനിപ്പിക്കും. എനിക്ക് സംശയമില്ലാത്തൊരു കാര്യമാണ് ഗുരുദേവ, ദേവതകൾ ഇറങ്ങി വന്നാൽ പോലും പാർത്ഥന്മാരെ പോരാട്ടത്തിൽ വധിക്കുവാൻ കഴിയത്തില്ല. അവർ അവധ്യരാണ്. എനിക്കത് നല്ലതുപോലെ അറിയാം. പക്ഷേ യുധിഷ്ഠിരൻ, അവൻ സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്നവനാണ്, പ്രതിജ്ഞകളാൽ ബന്ധിക്കപ്പെട്ടവനാണ്. അവനെ എൻ്റെ മുന്നിൽ കൊണ്ടുവന്നാൽ എൻ്റെ അമ്മാവനുമായിട്ട് വീണ്ടും അവനെ ഞാൻ പകിട കളിക്കുവാനായിട്ട് അവനോട് ആജ്ഞാപിക്കും. അങ്ങ് എൻ്റെ മുന്നിൽ അവനെ പിടിച്ചുകൊണ്ട് വന്നാൽ ഞാൻ പറയുന്ന ആജ്ഞ അവന് പാലിച്ചേ മതിയാവുള്ളൂ. അവൻ പകിട കളിച്ചാൽ വീണ്ടും അവനെ എൻ്റെ അമ്മാവന് തോൽപ്പിക്കാൻ പറ്റും. തോൽപ്പിച്ചാൽ അവനെ വീണ്ടും എനിക്ക് വനവാസത്തിന് അയക്കാം. ഇത് കേട്ട ദ്രോണർ മിക്കവാറും ഇങ്ങനെയായിരിക്കും നിന്നത്. ഇത്രയൊക്കെ കിട്ടിയിട്ടും നീ പഠിച്ചില്ലേടാ എന്നുള്ള മട്ടിലായിരിക്കും മിക്കവാറും ദ്രോണർ ഇവിടെ നിന്നത്. പക്ഷെ ആ വികാരങ്ങളൊന്നും ദ്രോണാചാര്യർ പുറത്ത് കാണിച്ചില്ല. ദ്രോണാചാര്യർ ദുര്യോധനനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: പദ്ധതിയൊക്കെ കൊള്ളാം, പക്ഷേ ദുര്യോധന, സത്യസന്ധമായ ഒരു കാര്യം ഞാൻ അങ്ങയോട് പറയാം. അർജുനൻ്റെ സംരക്ഷണം യുധിഷ്ഠിരൻ ഇല്ലാണ്ടാവുന്ന ആ സമയത്ത് അവനെ ഞാൻ പിടിച്ചു കെട്ടിയിട്ടുണ്ടാവും. എൻ്റെ കാര്യം വേറൊന്നുമല്ല, അർജുനനെ പോരാട്ടത്തിൽ പിറക്കോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അർജുനൻ്റെ സംരക്ഷണമുള്ളിടത്തോളം കാലം യുധിഷ്ഠിരനെ ഒരു ചുക്കും ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. അർജുനനെ ദേവതകൾ, അതായത് ഇന്ദ്രനും മറ്റ് ദേവതകളും കൂടെ വന്നാൽ പോലും അർജുനനെ പിറക്കോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. എൻ്റെ ശിഷ്യനാണ്, എനിക്ക് പുള്ളി കാരണം നല്ലതുപോലെ അറിയാം എന്നും ദ്രോണർ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങി. ഇത് കേൾക്കുമ്പോൾ കർണം മിക്കവാറും ചിന്തിച്ചിട്ടുണ്ടാവും, ഓഹ് തോട്ടങ്ങിയിട്ടുണ്ട്. ദ്രോണർ ബാക്കി പറഞ്ഞു: അർജുനൻ പോരാട്ടത്തിൽ ഒരു ദൗത്യം അവൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ആ ദൗത്യവുമായിട്ട് അവൻ മുന്നോട്ട് വന്നാൽ അവനെ പിന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ മറക്കരുത്, അവൻ്റെ കയ്യിൽ ഇന്ദ്രൻ്റെയും രുദ്രൻ്റെയും ആയുധമുള്ളവനാണ്. ഇപ്പോൾ രുദ്രൻ എന്ന് പറയുമ്പോൾ രൗദ്രാസ്ത്രത്തിനെയും മഹാപാശുപതത്തിനെയും ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കും. ആ ആയുധങ്ങളുള്ളവനാണ് അർജുനൻ, അത് മറക്കരുത്. അതുകൊണ്ട് അങ്ങ് ഇത്രമാത്രം നോക്കുക, പാർത്ഥൻ്റെ സംരക്ഷണത്തിൽ നിന്ന് യുധിഷ്ഠിരനെ പുറത്തു കൊണ്ടുപോവാ, ഞാൻ പിടിച്ചു കെട്ടി അങ്ങയുടെ മുന്നിൽ കൂടെ തന്നിരിക്കും, ഇതെൻ്റെ ഉറപ്പ്. ദ്രോണരുടെ ഉറപ്പെന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, അത് പാലിക്കാൻ വേണ്ടി ദ്രോണർ ഏതറ്റം വരെ അങ്ങ് പൊക്കളായി. അത് നമുക്ക് ഈ ഒരു പോരാട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഇത് കേട്ട ഉടനെ തന്നെ
കൗരവർ സന്തോഷിച്ചു. ഓക്കെ, അപ്പോൾ അവരുടെ പ്രൈം ലക്ഷ്യമെന്ന് പറയുമ്പോൾ ഇന്ന് അർജുനനെ യുധിഷ്ഠിരൻ്റെ അടുത്ത് നിന്ന് മാറ്റുക എന്നുള്ളതാണ്. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകളെല്ലാം തുടങ്ങി. ഈ സമയത്ത് ദ്രോണാചാര്യർക്കും ദുര്യോധനനും ഇടയിലുണ്ടായ ഈ ഒരു സംഭാഷണം പാണ്ഡവ ക്യാമ്പിലിരിക്കുന്ന ചക്രവർത്തി സാമ്രാട്ട് യുധിഷ്ഠിരൻ അറിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയെന്നല്ലേ, യുധിഷ്ഠിരന് ചാരന്മാരുണ്ട്. ആ ചാരന്മാരുടെ സഹായത്തോടുകൂടി യുധിഷ്ഠിരൻ അവരുടെ പ്ലാൻ അറിഞ്ഞു. ഇത് കേട്ടുടനെ തന്നെ യുധിഷ്ഠിരൻ എണീച്ച് വേണ്ട കാര്യങ്ങളെല്ലാം അവിടെ തയ്യാറാക്കി. അദ്ദേഹം തൻ്റെ കൂടെയുള്ള എല്ലാവരോടും പറഞ്ഞു, കാര്യങ്ങളൊക്കെ കേട്ടതല്ലേ, അപ്പോൾ ഈ പദ്ധതിയെ എങ്ങനെയും മറികടക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളുടെ ശക്തി അനുസരിച്ച് നമ്മൾ ചെയ്തിരിക്കണം. എന്നിട്ട് നേരെ ചെന്നിട്ട് തൻ്റെ അനുജനായിട്ടുള്ള ധനഞ്ജയൻ അർജുനനോട് പറഞ്ഞു, ധനഞ്ജയ, ഇപ്പം ഞാൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നിനക്കറിയാം, ഇന്നത്തെ എല്ലാ കാര്യങ്ങളും നിന്നെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അർജുനൻ എണീച്ചിട്ട് പറഞ്ഞു, എൻ്റെ ആചാര്യനെ എനിക്ക് എത്രയ്ക്ക് ഇഷ്ടമാണെന്ന് ചേട്ടനറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തെ വധിക്കാൻ കഴിയത്തില്ല. എൻ്റെ ആചാര്യനെ എനിക്ക് വധിക്കാൻ കഴിയത്തില്ല എന്ന് പറയുന്നത് എത്രത്തോളം സത്യമാണോ അത്രത്തോളമായിട്ടുള്ളൊരു സത്യം ഞാൻ അങ്ങേക്ക് തരുകയാണ്. ഏത് വിധേനയും അങ്ങേ ഞാനിന്ന് സംരക്ഷിച്ചിരിക്കും. ഞാനെടുത്ത സത്യപ്രതിജ്ഞകളെല്ലാം ഞാൻ പാലിച്ചിരിക്കും. അത് പകുതിയെന്നൊന്നുമില്ല, പൂർണ്ണമായും തന്നെ ഞാൻ പാലിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങേക്ക് ഉറപ്പ് തരുകയാണ്, എൻ്റെ ആചാര്യനെ എനിക്ക് വധിക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറയുന്നത് എത്രത്തോളം സത്യമാണോ അത്രത്തോളം ഞാൻ സത്യമായിട്ട് പറയുകയാണ്, ഞാൻ ചേട്ടനെ സംരക്ഷിച്ചിരിക്കും. അധികം സമയം താമസിക്കാതെ ഇരുപക്ഷത്തു നിന്നും ആകാശത്തെ പ്രകമ്പനം കൊള്ളിക്കുന്ന രീതിയിൽ ശംഖുനാദങ്ങൾ കേട്ടു. പോർ കാഹളങ്ങളും പോർ വിളികളും എല്ലാം തുടങ്ങി. ഇരുപക്ഷത്തിലെ സേനകളും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ആക്രമിക്കുവാനായി തയ്യാറായി. പരസ്പര വൈര്യവും ക്രോധവും മാത്രം മുൻനിർത്തിക്കൊണ്ട് കുരുക്ഷേത്ര ഭൂമിയുടെ നടുക്കോട്ടിരച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. കൗരവപക്ഷത്തിൻ്റെ ഏറ്റവും മുന്നിലായിട്ട് ഒരു സൂര്യവെളിച്ചം പോലെ ഒരാൾ നിൽക്കുന്നു. പാണ്ഡവപക്ഷത്തിൻ്റെ പടത്തലക്കലായിട്ട് ചന്ദ്രവംശത്തിലെ ചക്രവർത്തി സാമ്രാട്ടായിട്ടുള്ള യുധിഷ്ഠിരനാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം വരെ കൗരവപക്ഷത്തിൻ്റെ പടത്തലക്കൽ നിന്നിരുന്നത് അവരുടെ പടനായകനായിട്ടുള്ള ഭീഷ്മരായിരുന്നു. എന്നാൽ ഇന്ന് കൗരവപക്ഷത്തിൻ്റെ പടത്തലക്കൽ നിൽക്കുന്നത് അവരുടെ പടനായകനല്ലായിരുന്നു, മറിച്ച് അംഗരാജൻ, വൈകർത്തനൻ, കർണനായിരുന്നു. അങ്ങനെ കർണൻ കൗരവപ്പടയുടെ പടത്തലക്കിൽ നിന്നുകൊണ്ട് പാണ്ഡവർക്ക് നേരെ ഇരച്ചു കയറി. പാണ്ഡവപ്പട കൗരവർക്ക് നേരെയും ഇരച്ചു കയറി. അതിഭയാനകമായിട്ടുള്ളൊരു പോരാട്ടം അവിടെ അരങ്ങേറുകയുണ്ടായി. ഈ സമയത്ത് ദ്രോണരുടെ രഥം എല്ലാവരും ശ്രദ്ധിക്കുകയുണ്ടായി. സ്വർണം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ആ രഥത്തിൽ സൂര്യവെളിച്ചം തട്ടുമ്പോഴത്തേക്കും അതൊരു സൂര്യനെപ്പോലെ ആ ഒരു യുദ്ധഭൂമിയിൽ വിളങ്ങിയെന്നാണ് പറയുന്നത്. ആ ഒരു രഥം പാണ്ഡവപക്ഷത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ഭ്രാന്ത് പിടിച്ചതുപോലെ ഇടിച്ചങ്ങ് കയറി. സൂര്യനിൽ നിന്ന് എങ്ങനെയാണോ രശ്മികൾ പുറപ്പെടുന്നത് അതുപോലെ ദ്രോണരുടെ രഥത്തിൽ നിന്ന് 10 ദിശയിലേക്കും അസ്ത്രങ്ങൾ പോയി. ഒറ്റത്തേരിൽ ദ്രോണാചാര്യർ പാണ്ഡവപക്ഷത്തിലേക്ക് ഇരച്ചു കയറി വട്ടം ചുറ്റി അസ്ത്രം ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത് ദ്രോണാചാര്യർ ആ യുദ്ധഭൂമിയിൽ കാണിച്ചു കൂട്ടിയ പ്രവൃത്തികൾ വെച്ചിട്ട് പാണ്ഡവർക്കൊരു സംശയമുണ്ടായി. ഇത് ഒരു ദ്രോണാചാര്യരാണോ അതോ ഒരുപാട് ദ്രോണാചാര്യർ ഒരുമിച്ച് വന്ന് ഈ ഒരു പാണ്ഡവപക്ഷത്തിൽ പോരാടുന്നു? കാരണം ഒരു സമയത്ത് ദ്രോണാചാര്യർ ഒരു ദിശയിലേക്ക് ആക്രമണം നടത്തുന്നു, അതേസമയം തന്നെ ദ്രോണാചാര്യർ മറ്റൊരു ദിശയിലും ആക്രമണം നടത്തുന്നു. അവരുടെ ഗുരുദേവൻ ശാസ്ത്രത്തിലും ജ്ഞാനിയാണ്, എന്നാൽ അതിനെക്കാട്ടിയും അദ്ദേഹം മഹാരഥിയായ ഒരു യോദ്ധാവുമാണെന്ന് കൗരവരും പാണ്ഡവരും അന്ന് കാണുകയാണ്. അത്രത്തോളം പോരാട്ട വീര്യം. ദ്രോണർ പാണ്ഡവപക്ഷത്തിലേക്ക് കയറിയ ആ സ്ഥലങ്ങളിൽ ആനകൾ ചലനമറ്റ് നിലത്തേക്ക് ചരിഞ്ഞു വീഴുകയാണ്. കുതിരകൾ അവരുടെ പടയോട്ടം നിർത്തുന്നു. ദ്രോണരുടെ ഈ ഒരു പ്രകടനം കാരണം ആ യുദ്ധഭൂമിയിൽ ചുവന്ന നിറത്തിലെ ഒരു പുഴ ഒഴുകാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഈ സമയത്ത് യുധിഷ്ഠിരൻ പടത്തലയ്ക്കൽ നിന്നുകൊണ്ട് പാണ്ഡവ പടയെ ദ്രോണർക്ക് നേരെ നയിച്ചു. യുധിഷ്ഠിരൻ്റെ കൂടെയുള്ള മഹായോദ്ധാക്കളും മറ്റ് വില്ലാളികളുമെല്ലാം അവരുടെ വില്ലിങ്ങനെ കുലച്ച് പിടിച്ചുകൊണ്ട് തന്നെയാണ് ദ്രോണർക്ക് നേരെ ചെന്നത്. എന്നിട്ട് കൂട്ടമായി ദ്രോണരെ ആക്രമിച്ചു. ഈ സമയത്ത് ശകുനി, 100 കണക്കിന് മായാപ്രയോഗങ്ങൾ അറിയാവുന്ന ശകുനിക്ക് മായാപ്രയോഗങ്ങൾ അറിയാം കേട്ടോ. നമ്മൾ പലയിടത്തും കാണുന്നത് കണക്ക് ശകുനി വീക്കായിട്ടുള്ളൊരു യോദ്ധാവല്ല. ശകുനി നല്ല ഒന്നാം തരം ഒരു പോരാളിയാണ്, നല്ല ആരോഗ്യമുള്ള ആളാണ്. നമുക്കിത് അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലാവും. സർവോപരി മായാപ്രയോഗങ്ങൾ അറിയാം. 100 തരത്തിലുള്ള മായാപ്രയോഗങ്ങൾ പഠിച്ചിട്ടുള്ള ആളാണ് ശകുനി. ആ ശകുനി സഹദേവനെ കയറി ആക്രമിച്ച് എന്തിൻ്റെ ആവശ്യം വരുന്ന എന്തോ ഈ സഹദേവനാണ് ശകുനിയെ വധിക്കുമെന്ന് പറഞ്ഞിരുന്നത്. ആ സഹദേവനെ ശകുനി കയറി ആക്രമിച്ചു. ശകുനി സഹദേവന് നേരെ അസ്ത്രങ്ങൾ ചൊരിഞ്ഞപ്പോൾ സഹദേവൻ്റെ മുഖത്ത് ഒരു വികാരമാറ്റം ഉണ്ടായില്ല. സത്യം പറഞ്ഞാൽ ഭീമനെ പോലെ ദേഷ്യപ്പെടുന്ന ഒരാളാണ് ഈ സഹദേവൻ എന്ന് പറയുന്നത്. ഭീമനെ പോലെ തന്നെ ദേഷ്യപ്പെടുന്ന ഒരാളാണ് സഹദേവൻ. അതുപോലെ തന്നെ നല്ല കൈക്കരുത്തുള്ള ആളുമാണ് സഹദേവൻ. എന്നിട്ട് സഹദേവൻ ഇങ്ങനെ റിയാക്ട് ചെയ്യാതിരിക്കുന്ന കണ്ടുടനെ തന്നെ ശകുനി മറ്റൊരു പരിപാടി ചെയ്തു. അസ്ത്രങ്ങൾ ചെയ്തുകൊണ്ട് സഹദേവൻ്റെ കൊടിയും അതുപോലെ തന്നെ സാരഥിയെയും രഥത്തിലുമെല്ലാം അമ്പെയ്തു. കൊടി മുറിച്ചില്ല, അതിലെല്ലാം അമ്പെയ്തു തറപ്പിച്ചു.
അപ്പോഴും ദേഷ്യപ്പെടാതെ നിന്ന സഹദേവൻ്റെ വില്ലിൽ നിന്ന് കുറച്ച് അസ്ത്രങ്ങൾ ശകുനിക്ക് നേരെ വരുന്നതാണ് ശകുനി കണ്ടത്. ആ അസ്ത്രങ്ങൾ ശകുനിയുടെ കൊടിയിലും സാരഥിയിലും കുതിരയുടെ ദേഹത്തും തറച്ചു എന്നാണ് പറയുന്നത്. ഇത് കണ്ടിട്ട് ദേഷ്യം വന്ന ശകുനി തൻ്റെ വില്ല് അവിടെ വെച്ചിട്ട് ഒരു ഗദയങ്ങ് എടുത്തു. ശകുനി ആ ഗദയും കൊണ്ട് രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് ഓടിച്ചെന്ന് സഹദേവൻ്റെ സാരഥിയെ ഗദ കൊണ്ട് പ്രഹരിച്ചങ്ങ് വധിച്ചു കളഞ്ഞു. ശകുനിയാണ് ഈ ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഗദ കൊണ്ടുപോയി ശകുനി സഹദേവൻ്റെ സാരഥിയെ വധിച്ചു. ഇത് കണ്ടപ്പോൾ സഹദേവന് ദേഷ്യം വന്നു. ഉടനെ സഹദേവൻ തൻ്റെ കയ്യിലുള്ള വില്ല് അവിടെ വെച്ചിട്ട് സഹദേവനും വലിയൊരു ഗദയെടുത്ത് രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങി ശകുനിയുടെ ഗദയിൽ പ്രഹരിച്ചു. അവർ രണ്ടുപേരും അവിടെ ഗംഭീരമായി നിന്ന് പോരാടി. ഈ സമയങ്ങളിൽ മറ്റുള്ള യോദ്ധാക്കൾ അതാത് യോദ്ധാക്കളെ ആക്രമിക്കുന്നുണ്ട് കേട്ടോ. ദ്രോണരും ദൃഷ്ടദ്യുമ്നനും തമ്മിൽ പോരാടിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത്. അവർ നിൽക്കുന്ന ആ സ്ഥലത്ത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അസ്ത്രങ്ങൾ പറക്കുന്നത് കൗരവപക്ഷവും പാണ്ഡവപക്ഷവും കാണുന്നു. ഈ സമയത്ത് കൗരവ രാജകുമാരനായിട്ടുള്ള വിവിംശതിക്ക് നേരെ ഭീമസേനൻ അസ്ത്രങ്ങൾ അയച്ചു. ആ അസ്ത്രങ്ങൾ വിവിംശതിയുടെ ദേഹം പിളർന്നുവെങ്കിൽ പോലും വിവിംശതി ഒട്ടും ഭയന്നില്ല. വിവിംശതി ഭീമന് നേരെ അസ്ത്രങ്ങൾ അയച്ചുകൊണ്ട് ഭീമൻ്റെ കുതിരകളെ വധിച്ചു കളഞ്ഞു. എന്നിട്ട് ഭീമൻ്റെ കൊടിയും മുറിച്ചു, വില്ലും മുറിച്ചു, ഭീമൻ്റെ ആവനാഴിയും ഒന്ന് മുറിച്ചിട്ട് കളഞ്ഞു. അപ്പോൾ ഈ ഭീമന് നേരെ വിവിംശതി ഈ പരിപാടി ചെയ്തത് കണ്ടപ്പോൾ എല്ലാവരും കൈകൊട്ടി വിവിംശതിനെ അങ്ങോട്ട് പ്രകീർത്തിക്കാൻ തുടങ്ങി. ഇത് കേട്ടത് ഭീമന് സഹിച്ചില്ല. ഭീമൻ തൻ്റെ കയ്യിലായി ഇരുമ്പൻ ഗദയും എടുത്ത് രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് വിവിംശതിക്ക് നേരെ ചെന്നു. എന്നിട്ട് കൗരവരും പാണ്ഡവരും നോക്കി നിൽക്കവേ വിവിംശതിയുടെ സാരഥിയെ ഭീമൻ തൻ്റെ ഇരുമ്പൻ ഗദ കൊണ്ട് സിക്സർ അടിച്ചു. എന്നിട്ട് കുതിരകളെയും ഭീമൻ വധിച്ചു. ഇതേ സമയം നകുലന് നേരെ ഇതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഭീമൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭീമന് ദേഷ്യം വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കി ശല്യര് ഭീമനെ കുറച്ചുകൂടെ ദേഷ്യം വരുത്താനായിട്ട് ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. കാരണം അങ്ങോട്ട് പോകുമ്പോൾ ഒരു കിണ്ടിലിടി കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഭീമനെ ഒന്ന് ദേഷ്യപ്പെടുത്താനായിട്ട് ശല്യര് നകുലന് നേരെ അസ്ത്രങ്ങൾ അയച്ചു. നകുലൻ എന്ന് പറയുമ്പോൾ ശല്യരുടെ പെങ്ങളുടെ മകനാണ്. അതുപോലും നോക്കാതെ ഭീമനെ ദേഷ്യപ്പെടുത്താനായിട്ട് നകുലന് നേരെ അസ്ത്രങ്ങൾ അയച്ചു. പക്ഷേ നകുലൻ്റെ സ്വഭാവം ഒന്ന് മാറി. നകുലൻ തൻ്റെ വില്ലുയർത്തിയിട്ട് ശല്യരുടെ കൊടി മുറിച്ചു കളഞ്ഞു, കൂടെ അങ്ങ് തെറിപ്പിച്ചു കളഞ്ഞു, സാരഥിയെ വധിച്ചു. അതുപോലെ തന്നെ ശല്യരുടെ കയ്യിൽ നിന്നിരിക്കുന്ന വില്ലും കൂടെ അങ്ങ് മുറിച്ചു കളഞ്ഞു. എന്നിട്ട് മാമനാണ് പോലും മാമൻ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരുന്നു നകുലൻ അവിടെ നിന്ന് പോരാടിയത്. ഇതുപോലെ ഒട്ടുമിക്ക മെയിൻ യോദ്ധാക്കളെല്ലാം പരസ്പരം ഇങ്ങനെ ആക്രമിക്കുകയാണ്. ഇവിടെ കൃപരും ദൃഷ്ടകേതുവും തമ്മിൽ പോരാടുന്നുണ്ട്. അത് ഗംഭീരമായിട്ടുള്ളൊരു പോരാട്ടം അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭൂരിശ്രവസും ശിഖണ്ഡിയും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. ധ്രുവദനും ഭഗദത്തനും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. ഈ സമയത്ത് വൈകർത്തനൻ കർണനെ നേരിടുവാനായിട്ട് മത്സ്യദേശത്തെ പടയോടുകൂടി മത്സ്യദേശത്തെ രാജാവായിട്ടുള്ള വിരാടനെത്തി. എന്നാൽ അവിടെ കർണൻ ആരാണ് മുതലെന്ന് അവർക്ക് കർണൻ മനസ്സിലാക്കി കൊടുത്തു. കർണൻ ഒരു സ്ഥലത്ത് നിലയുറപ്പിച്ചുകൊണ്ട് അവർക്ക് നേരെ അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടിരുന്നു. ആ അസ്ത്രങ്ങളെല്ലാം മത്സ്യദേശത്തിലെ സൈനികരെ വീഴ്ത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ എല്ലാവരും പരസ്പരം ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരുന്ന സമയത്ത് പൗരവൻ എന്ന് പറയുന്ന രാജാവ് അഭിമന്യുവിനെ കയറി ആക്രമിച്ചു ഒരാവശ്യമില്ലാതെ. ഈ പൗരവൻ എന്ന് പറയുമ്പോഴത്തേക്കും പുരുവംശത്തിലുള്ള ആളെന്നാണ് അർത്ഥം, പുരുവിൻ്റെ പിൻഗാമി. ഈ പൗരവൻ പുരുവിൻ്റെ പിൻഗാമിയാണെന്ന് പറഞ്ഞല്ലോ. എങ്ങനെയാണോ കൗരവൻ പുരുവിൻ്റെ പിൻഗാമിയാവുന്നുവോ അതുപോലെ പൗരവൻ എന്ന് പറയുന്നത് പുരുവിൻ്റെ പിൻഗാമിയാണോ. പുരു, ഈ പുരു വന്ന് തപസ് ചെയ്ത വനത്തിനെയാണ് പുരുവനം എന്ന് പറയുന്നത്. പിൽക്കാലങ്ങളിൽ പുരുവനത്തെ പെരുവനം എന്ന് വിളിച്ചു തുടങ്ങി. നമ്മുടെ തൃശ്ശൂരിലെ പെരുവനം കേട്ടിട്ടില്ലേ? പ്രശസ്തമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഈ പെരുവനത്തിലെ പെരുവനം മഹാദേവ ക്ഷേത്രമുള്ള സ്ഥലത്താണ് പുരു വന്ന് തപസ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെരുവനം മഹാദേവ ക്ഷേത്രത്തിൽ പുരുവിന് ഒരു പ്രതിഷ്ഠയുണ്ട്. ഇനി പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, ആരെങ്കിലും അങ്ങോട്ട് പോകണമെന്നാക്കി. അങ്ങനെ ഈ ഒരു പൗരവൻ, അതായത് പുരുവിൻ്റെ പിൻഗാമിയായിട്ടുള്ള പൗരവൻ അഭിമന്യുവുമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അഭിമന്യുവിന് നേരെ വന്ന പുരു എല്ലാവരും നോക്കി നിൽക്കവേ അഭിമന്യുവിനെ അപ്രത്യക്ഷമാക്കുന്നത് പോലെ അഭിമന്യുവിന് ചുറ്റും അസ്ത്രങ്ങൾ കൊണ്ട് മൂടി. പൗരവൻ അഭിമന്യുവിനെ അസ്ത്രങ്ങൾ കൊണ്ട് മൂടി ആ സമയത്ത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത് പോലെ ആ അസ്ത്രങ്ങളെല്ലാം പൊടിഞ്ഞു നിലത്ത് വീണു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ആ അസ്ത്രങ്ങളെല്ലാം അഭിമന്യു തൻ്റെ അസ്ത്രങ്ങൾ കൊണ്ട് മുറിച്ച് നിലത്തിട്ടതാണെന്ന്. എന്നാൽ അസ്ത്രങ്ങൾ പൊടിഞ്ഞു നിലത്ത് വീണപ്പോൾ എല്ലാവരും അഭിമന്യുവിൻ്റെ മുഖത്തേക്ക് നോക്കി. ക്രോധം മാത്രമാണ് ആ മുഖത്ത് കാണാൻ കഴിഞ്ഞത്. അഭിമന്യു പിന്നെ കടന്നു കയറിയുള്ളൊരു ആക്രമണമായിരുന്നു. ചോദിക്കാനും പറയാനും ഒന്നും നിന്നില്ല. ആരും പ്രതീക്ഷിക്കാത്ത രീതിക്ക് അഭിമന്യു അങ്ങോട്ട് പോരാടാൻ തുടങ്ങി. അഭിമന്യു അസ്ത്രങ്ങൾ അയച്ചുകൊണ്ട് പൗരവൻ്റെ കൊടി മുറിച്ചിട്ടു. അതുപോലെ തന്നെ പൗരവൻ്റെ വില്ല് മുറിച്ചു കളഞ്ഞു. അതുപോലെ പൗരവൻ്റെ രഥത്തിലും അസ്ത്രം ചെയ്തു. എന്നിട്ട് പൗരവനെ വധിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി അഭിമന്യു ശക്തമായിട്ടുള്ളൊരു അസ്ത്രമെടുത്ത് തൻ്റെ വില്ലിലേക്ക് വെച്ച് വലിച്ചു പിടിച്ചു. ഈ സമയത്ത് മറ്റൊരു ദിശയിൽ നിന്ന് 2 അസ്ത്രങ്ങൾ വന്ന് അഭിമന്യുവിൻ്റെ വില്ലങ്ങ് മുറിച്ചു കളഞ്ഞു.
ക്രോധത്തോടുകൂടി അഭിമന്യു അങ്ങോട്ടേക്ക് വെട്ടിത്തിരിഞ്ഞ് നോക്കിയപ്പോൾ വളരെ ദൂരത്ത് നിന്ന് കൃതവർമാവായിരുന്നു ആ അസ്ത്രങ്ങൾ അയച്ചത്. കൃതവർമാവിനോടും പൗരവനോടുമൊക്കെ ദേഷ്യം വന്നിട്ട് അഭിമന്യു അവിടെ നിന്നുകൊണ്ട് ഗർജിച്ചിട്ട് തൻ്റെ പൊട്ടിയ വില്ല് അതിൻ്റെ ഞാണും വലിച്ചു പൊട്ടിച്ചിട്ട് അഭിമന്യു വലിച്ചെറിഞ്ഞു. എന്നിട്ട് എല്ലാവരും നോക്കി നിൽക്കവേ അഭിമന്യു ഉടനെ തന്നെ തൻ്റെ ഉടവാൾ ഉറയിൽ നിന്നെടുത്തു. എന്നിട്ട് ഒരു കയ്യിൽ ശക്തമായിട്ടുള്ള ഒരു പരിചയം എടുത്തു. എന്നിട്ട് ആ രഥത്തിൽ നിന്നുകൊണ്ട് അഭിമന്യു വാൾ ചുഴറ്റാൻ തുടങ്ങി. ആളുകൾ നോക്കവേ ഇടത്തെ കയ്യിൽ ഒരു പരിച, വലത്തെ കയ്യിൽ തൻ്റെ കൈവഴക്കത്തിൽ ആ ഒരു വാളിങ്ങനെ ചുഴറ്റുന്നത് കണ്ടപ്പോൾ അവർക്ക് തോന്നിപ്പോയി രണ്ട് കയ്യിലും പരിചയിരിക്കുന്നെന്ന്. അത്ര വേഗത്തിലാണ് അഭിമന്യു ആ വാള് ചുഴറ്റുന്നത്. എന്നിട്ട് ആ വാള് ചുഴറ്റിക്കൊണ്ട് ആരൊക്കെ അടുത്ത് വരുന്നോ, അതായത് ഏതൊക്കെ ശത്രുക്കൾ അടുത്ത് വരുന്നോ അവരെയെല്ലാം വെട്ടി വീഴ്ത്തിക്കൊണ്ട് അഭിമന്യു തൻ്റെ രഥത്തിൽ നിന്ന് പൗരവൻ്റെ രഥത്തിലേക്ക് ചാടിക്കേറി. പൗരവൻ്റെ രഥത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് ചാടി കയറിയപ്പോഴത്തേക്കും സാരഥി അന്തം വിട്ടിട്ടേ ഇതെവിടെ നിന്ന് എന്നുള്ള രീതിക്ക് നോക്കി. എന്നിട്ട് ചാടിക്കേറി അഭിമന്യു പൗരവൻ്റെ മുന്നിൽ വെച്ച് തന്നെ പൗരവൻ്റെ കൊടിയുടെ ആ ഒരു ദണ്ഡം വെട്ടി അങ്ങ് നിലത്തിട്ടു. അപ്പോൾ കൊടി മുറിച്ചിട്ടു. എന്നിട്ട് അസ്ത്രമേറ്റ് കിടന്ന പൗരവൻ്റെ മുട്ടിക്ക് കുത്തിപ്പിടിച്ചിങ്ങനെ തൂക്കി നിർത്തി. എന്നിട്ട് സാരഥിയെ ഒരൊറ്റ ചവിട്ടിൽ അഭിമന്യു വധിച്ചു കളഞ്ഞു. ദേഷ്യത്തോടു കൂടി അഭിമന്യു പൗരവനെ ഒറ്റക്കൈയിൽ ഇങ്ങനെ തൂക്കിയെടുക്കുന്നത് കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ ഭയന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അതുവഴി പോയ ജയദ്രഥൻ ഈ ഒരു കാഴ്ച കണ്ടു. ജയദ്രഥൻ നോക്കുമ്പോൾ അഭിമന്യു പൗരവനെ തൻ്റെ കയ്യിലിങ്ങനെ പൊക്കി പിടിച്ചെടുക്കുന്നു. പൗരവൻ ഒരു അനക്കവുമില്ലാതെ നിസ്സഹായ അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്നു. ഇത് കണ്ടിട്ട് ഒരുപാട് ദേഷ്യം വന്ന ജയദ്രഥൻ തൻ്റെ ഉടവാളും പരിചയമെടുത്ത് രഥത്തിൽ നിന്ന് ചാടിയിറങ്ങി അഭിമന്യുവിനെ ലക്ഷ്യമാക്കി ഓടിപ്പോയി. അഭിമന്യുവിനെ ലക്ഷ്യമാക്കി ജയദ്രഥൻ വരുന്നത് കണ്ടുടനെ തന്നെ അഭിമന്യു പൗരവനെ അവിടെ രഥത്തിലിട്ടിട്ട് തൻ്റെ പരിചയ കയ്യിലെടുത്ത് വാളുമായിട്ട് മലക്കം മറിഞ്ഞ് രഥത്തിൽ നിന്ന് ചാടി നിലത്തേക്കിറങ്ങി ഇങ്ങനെ നിന്നു. അഭിമന്യു നിലത്തേക്കിറങ്ങി ഇങ്ങനെ നിന്നിട്ട് പൊങ്ങി നോക്കിയപ്പോൾ അഭിമന്യു കാണുന്ന കാഴ്ച ജയദ്രഥൻ്റെ മുന്നിലേക്ക് കൗരവപക്ഷത്തിലെ യോദ്ധാക്കൾ വേലും കുന്തവും വാളുമൊക്കെ ആയിട്ട് വരുന്നു. ഒരു പരുന്തറാഞ്ചാൻ വരുന്നത് പോലെ അഭിമന്യു വാളും പരിചയമായി ആ യോദ്ധാക്കൾക്ക് നേരെയും ജയദ്രഥന് നേരെയും ഓടിയെടുത്തു. ഉടനെ തന്നെ ഒരു യോദ്ധാവ് കുന്തം കൊണ്ട് അഭിമന്യുവിനെ പ്രഹരിക്കാനൊരുങ്ങി. തൻ്റെ മുന്നിലേക്ക് വന്ന ആ കുന്തം, ഇപ്പോഴും എതിരാളിയുടെ കയ്യിൽ കുന്തമുണ്ട് കേട്ടോ, തന്നെ കുത്താനായിട്ട് കൊണ്ടുവന്ന ആ കുന്തത്തെ അഭിമന്യു തൻ്റെ പരിച കൊണ്ട് അടിച്ചങ്ങ് പൊക്കി. എന്നിട്ട് പറന്നു വന്ന് ആ യോദ്ധാവിനെ അവിടെ പ്രഹരിച്ച് അവനെ വധിച്ചു. എന്നിട്ട് തന്നെ വാളുകൊണ്ട് പ്രഹരിക്കാൻ വന്നവനെ പരിച കൊണ്ട് തടഞ്ഞിട്ട് വീണ്ടും തൻ്റെ വാള് ചുഴറ്റി അവനെയും വധിച്ചു. എന്നിട്ട് പാഞ്ഞെടുത്ത് ചെന്ന ആ സമയത്ത് ഒരു വേല് അഭിമന്യുവിന് നേരെ എറിഞ്ഞപ്പോൾ തൻ്റെ വാളുകൊണ്ട് ആ വേലിനെയും വെട്ടി വീഴ്ത്തി. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഓരോ യോദ്ധാക്കളെയും അഭിമന്യു വധിച്ച് ജയദ്രഥൻ്റെ മുന്നിലേക്ക് എത്തിയ ആ സമയത്ത് ജയദ്രഥൻ അഭിമന്യുവിന് നേരെ ഓടി വന്നു. രണ്ടുപേരും ഒരുമിച്ചായിരുന്നു വാളും പരിചയം കൊണ്ട് പരസ്പരം ആക്രമിച്ചത്. ആ ശബ്ദം ചുറ്റിനും നിൽക്കുന്ന ആളുകൾ കേട്ടു. വട്ടം ചുറ്റി മുന്നോട്ട് കയറി പിന്നോട്ടിറങ്ങി അവരുടെ പോരാട്ടം ഗംഭീരമായി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ സമയത്ത് അഭിമന്യു ജയദ്രഥനെ വാളുകൊണ്ട് പ്രഹരിക്കാനൊരുങ്ങി. അഭിമന്യുവിൻ്റെ ആ ഒരു പ്രഹരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ ജയദ്രഥൻ അഭിമന്യുവിൻ്റെ പരിചയ്ക്കിട്ട് ആ വാളുകൊണ്ട് വെട്ടി. എന്നാൽ പരിചയിൽ ആ വാൾ ആ സമയത്ത് കുടുങ്ങിപ്പോയി. ജയദ്രഥൻ ആ വാള് പരിചയിൽ നിന്ന് ഊരാൻ നോക്കിയിട്ട് ഊരി വരുന്നില്ല. ആ പരിചയോടുകൂടി വലിച്ചെടുക്കാമെന്ന് വിചാരിച്ച അഭിമന്യുവിൻ്റെ പിടുത്തത്തിൽ നിന്ന് ആ പരിചയം പോണില്ല. അങ്ങനെ ബലം പ്രയോഗിച്ച് ആ വാള് വലിച്ചൂരാൻ നോക്കിയപ്പോൾ പരിചയിൽ ആ വാളിൻ്റെ ഒരു ഭാഗം തറച്ചിരുന്നു. ആ വാൾ ഒടിഞ്ഞുപോയി. അങ്ങനെ വാള് നഷ്ടപ്പെട്ട ജയദ്രഥൻ ഇങ്ങനെ വാളിലേക്ക് നോക്കി. അഭിമന്യു തൻ്റെ പരിചയിൽ തറച്ചിരുന്ന ജയദ്രഥൻ്റെ വാളിൻ്റെ മറ്റേ പകുതി തൻ്റെ വാളുകൊണ്ട് ഇങ്ങനെ തട്ടിത്തെറിപ്പിച്ചിട്ട് എന്തിനും തയ്യാറായിട്ടുള്ള രീതിക്ക് ജയദ്രഥനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആ നിപ്പിൽ ജയദ്രഥൻ 6 അടി വറക്കോട്ട് ചാടി അന്തസ്സായിട്ട് തൻ്റെ രഥത്തിൽ കയറി അവിടെ നിന്ന് സ്ഥലം വിട്ടു. കാരണം ബുദ്ധിപരമായിട്ടുള്ള നീക്കം. അവിടെ നിന്ന് അഭിമന്യു ജയദ്രഥനെ തട്ടു. അങ്ങനെ ജയദ്രഥൻ അവിടെ നിന്ന് പോയ ഉടനെ തന്നെ അഭിമന്യു ദേഷ്യം വന്നിട്ട് ഓടി തൻ്റെ രഥത്തിലേക്ക് കയറി ജയദ്രഥന് നേരെ പോകാനൊരുങ്ങിയ സമയത്ത് ഒരുപാട് ക്ഷത്രിയർ അഭിമന്യുവിൻ്റെ ചുറ്റിനും ഇങ്ങനെ വന്ന് നിന്നു. തൻ്റെ രഥത്തിൽ കയറിയ അഭിമന്യു ജയദ്രഥനെ നോക്കി വാളും പരിചയം 2 ദിശയിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഉറക്കം നിന്ന് ഗർജിച്ചു. അഭിമന്യുവിൻ്റെ ആ അലർച്ച ചുറ്റിനും നിൽക്കുന്ന യോദ്ധാക്കളെ അത്ഭുതപ്പെടുത്തുന്നത് പോലെയായിരുന്നു ആ ഒരു പോരാട്ട വീര്യം. അതായത് അപ്പോഴും അഭിമന്യുവിൻ്റെ ദേഷ്യം ശമിച്ചിട്ടില്ല. ഇത് കണ്ടിട്ട് ശല്യർക്കൊട്ടും സഹിച്ചില്ല. ശല്യർ ഉടനെ തന്നെ തൻ്റെ കൈവേഗത്തിൽ അതിശക്തമായിട്ടുള്ളൊരു വേല് അഭിമന്യുവിന് നേരെ വലിച്ചെറിഞ്ഞു. ആ വേൽ അഭിമന്യുവിന് നേരെ പറന്നു പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ വേൽ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ വേലാണ്. ഈ വേല് അഭിമന്യുവിന് നേരെ ഇങ്ങനെ പറന്നു വരുന്നത് കണ്ടുടനെ തന്നെ അഭിമന്യു അലറി വിളിച്ചുകൊണ്ട് തൻ്റെ ഉടവാൾ ഉറയിലേക്കും വെച്ചു. അതുപോലെ പരിച രഥത്തിലേക്ക് വിട്ടു. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് ആകാശത്തിലേക്ക് ചാടി, അതായത് ചാടി ആ വേലങ്ങ് പിടിച്ചു. ആളുകൾ ഇത് കണ്ടങ്ങ് അത്ഭുതപ്പെട്ടു. എന്നിട്ട് ശല്യരെ ഇന്ന് അങ്ങയുടെ വേല് എന്നും പറഞ്ഞ് തിരിച്ചു വലിച്ചെറിഞ്ഞു.
അഭിമന്യുവിൻ്റെ കൈവേഗത്തിൽ ആ വേൽ അവിടെ നിന്ന് പോയതും ശല്യരുടെ സാരഥിയുടെ നെഞ്ചത്തേക്ക് ആ വേല് വന്ന് തറച്ചതും ഒരേ സമയമായിരുന്നു. ശല്യരിത് കണ്ടൊരു ദേഷ്യത്തോടു കൂടി അഭിമന്യുവിനെ നോക്കി. ഈ സമയത്ത് പാണ്ഡവ പക്ഷത്തിലെ ചില മുതിർന്ന യോദ്ധാക്കളുടെ ശബ്ദം ഉറക്കെ കേട്ടു. അവർ അഭിമന്യുവിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയായിരുന്നു, അഭിമന്യുവിനെ ജയ് വിളിക്കുകയായിരുന്നു. അവരെല്ലാവരും സന്തോഷത്തിൽ അട്ടഹസിക്കുകയാണ്. ആ ശബ്ദം കേട്ടുടനെ തന്നെ അഭിമന്യു തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ കാണുന്നത് ചില്ലറ ആളുകളെയല്ല, തൻ്റെ ഇളയച്ചന്മാരെയും വല്യച്ഛന്മാരെയും ബന്ധുജനങ്ങളെയൊക്കെയാണ്. ആരൊക്കെയായിരുന്നു അവിടെ? വിരാടനുണ്ടായിരുന്നു, ദൃഷ്ടദ്യുമ്നനുണ്ടായിരുന്നു, ദൃഷ്ടകേതു ഉണ്ടായിരുന്നു, യുധിഷ്ഠിരനുണ്ടായിരുന്നു, ഭീമനുണ്ടായിരുന്നു, നകുല സഹദേവന്മാരുണ്ടായിരുന്നു, ദ്രൗപദീപുത്രന്മാരുണ്ടായിരുന്നു, അതുപോലെ തന്നെ പഞ്ചകേയന്മാരും ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടെയാണ് ഒരുമിച്ച് നിന്നിട്ട് അഭിമന്യുവിന് വേണ്ടി അട്ടഹസിച്ചത്. കാരണം അങ്ങനത്തെ ഒരു പ്രകടനമാണ് അഭിമന്യു അവിടെ കാഴ്ചവെച്ചത്. ശല്യർക്ക് ഇതൊട്ടും സഹിച്ചില്ല. ശല്യർ ദേഷ്യത്തോടു കൂടി അഭിമന്യുവിനെ ആക്രമിക്കാൻ തയ്യാറായി. ഈ സമയത്ത് ധൃതരാഷ്ട്രപുത്രന്മാരെല്ലാവരും അഭിമന്യുവിനെ വന്ന് വളർന്നു. എന്നിട്ട് അവർ അഭിമന്യുവിന് നേരെ അസ്ത്രങ്ങൾ ചുരിഞ്ഞുവെന്നാണ് പറയുന്നത്. ഒരു മലയിൽ മഴ പെയ്യുന്നത് പോലെ അഭിമന്യുവിന് നേരെ അസ്ത്രങ്ങൾ ചുരിഞ്ഞു. അഭിമന്യു അനായാസമായി അസ്ത്രങ്ങളെല്ലാം തടഞ്ഞു. ശല്യർ നോക്കിയപ്പോൾ ശല്യരുടെ സാരഥിയെ വധിച്ചു. എല്ലാവരും അഭിമന്യുവിന് കൈകൊട്ടുന്നു. ശല്യർക്കൊട്ടും സഹിച്ചില്ല. ശല്യർ അവിടെ നിന്നുകൊണ്ട് അലറി വിളിച്ചു. എന്നിട്ട് ശല്യർ തൻ്റെ കയ്യിലൊരു ഭീമാകാരമായിട്ടുള്ളൊരു ഗദയും എടുത്തു. അത് മൊത്തത്തിൽ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയൊരു ഗദയായിരുന്നു. ഈ ശല്യരെന്ന് പറയുമ്പോൾ ചില്ലറക്കാരനായിട്ടുള്ളൊരു യോദ്ധാവല്ല, നല്ല ശക്തനായിട്ടുള്ളൊരു യോദ്ധാവാണ്. ആ ശല്യർ തൻ്റെ കയ്യിൽ ഭീമാകാരമായിട്ടുള്ളൊരു ഗദയെടുത്തു. ഫുൾ ഇരുമ്പ് കൊണ്ട് തീർത്തൊരു ഗദ. എന്നിട്ട് ഗർജിച്ചുകൊണ്ട് രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങി അഭിമന്യുവിനെ ലക്ഷ്യമാക്കി ഈ ഗദയും ചുഴറ്റി അങ്ങ് ചെന്നു. അഭിമന്യുവിൻ്റെ ദേഷ്യം അപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. അഭിമന്യു നോക്കിയപ്പോൾ ശല്യർ തൻ്റെ നേരെ ഗദയും ചുഴറ്റി വരികയാണ്. അഭിമന്യു ഉടനെ തന്നെ തൻ്റെ വില്ലവിടെ വെച്ചിട്ട് തൻ്റെ ഗദയെടുത്തു. അഭിമന്യു ഒരു ഗദയെടുത്തു. എന്നിട്ട് രഥത്തിൽ നിന്ന് അഭിമന്യു ചാടി ഇറങ്ങിയിട്ട് ശല്യരെ ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിച്ച് കേട്ടോ, ഈ സമയത്ത് നമ്മളൊരു കിണ്ടലിടി കാണാൻ പോവുക. അത് ഒരു ഗംഭീരമായിട്ടുള്ളൊരു പോരാട്ടം കാണാൻ പോവുക. അഭിമന്യു തൻ്റെ കയ്യിൽ ഈ ഒരു ഇരുമ്പൻ ഗദയും പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് ശല്യരെ ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് അഭിമന്യുവിൻ്റെ തോളത്തൊരു കൈ വന്ന് വീണു. എന്നിട്ട് മോനെ നിൽ, അതെനിക്കുള്ള കോട്ടയാ, അങ്ങനെ നേരത്തെ എന്നെ ഒന്ന് ചൊറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അഭിമന്യു തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് തൻ്റെ വല്യച്ഛനെയാണ്. ഭീമനാണ് അഭിമന്യുവിനെ അവിടെ തടഞ്ഞത്. അഭിമന്യു ഭീമൻ്റെ കയ്യിലേക്ക് നോക്കിയപ്പോൾ 5 അടിയിൽ കൂടുതൽ നീളമുള്ള ഭീമാകാരമായിട്ടുള്ള ആ 8 ചുറ്റി പൊന്നു കിട്ടിയ ഇരുമ്പും ഗദയും പിടിച്ചുകൊണ്ടാണ് ഭീമൻ നിൽക്കുന്നത്. അഭിമന്യു ഉടനെ തന്നെ അങ്ങോട്ട് മാറി തൻ്റെ രഥത്തിലോട്ട് കയറി. ഭീമൻ ഓടി വരുന്ന ശല്യരുടെ നേരെ നടന്ന് ചെന്നിട്ട് അവിടെ ഒരു അനങ്ങാപ്പാറ കണക്കൊരു മല കണക്ക് ഇങ്ങനെ ഒരു നിപ്പങ്ങ് നിന്നു. ശല്യരെന്ന് പറയുമ്പോൾ ശക്തനായിട്ടുള്ളൊരു യോദ്ധാവാണ്. ഭീമനെന്ന് പറയുമ്പോൾ അതിശക്തനും തൻ്റെ ഭീമക്രിയകൾക്കും പ്രസിദ്ധനായിട്ടുള്ള ആളാണ്. ആ ഭീമൻ അവിടെ നിൽക്കുന്നു. ശല്യർ ഭീമന് നേരെ വരുന്നു. കൗരവസേനയ്ക്കും പാണ്ഡവസേനയ്ക്കും മനസ്സിലായി അവിടെ അരങ്ങേറാൻ പോകുന്നത് ഒരു കിണ്ടലിടിയാണെന്ന്. അതുകൊണ്ട് തന്നെ കൗരവരും പാണ്ഡവരും അങ്ങോട്ട് ഒഴിഞ്ഞു നിന്നിട്ട് ആ സേന അവർക്ക് പോരാടാൻ ഒരു അരങ്ങൊരുക്കി കൊടുത്തു. ഉടനെ തന്നെ ഭീമൻ പതുക്കെ ശല്യർക്ക് നേരെ നടന്നു തുടങ്ങി. ശല്യരും ഭീമന് നേരെയുള്ള നടത്തയുടെ സ്പീഡ് അങ്ങ് കൂട്ടി. ഈ സമയത്ത് ചുറ്റിനും അങ്ങാട്ട് ചെണ്ടമേളവും മന്ദളത്തിൻ്റെ ശബ്ദമൊക്കെ അങ്ങ് തുടങ്ങിയാണ്. പെരുമ്പറയുടെ ശബ്ദം തുടങ്ങിയാണ്. ആകാശം മുഴക്കുന്ന രീതിക്ക് എല്ലാവരും ശംഖ് വിളിച്ചു തുടങ്ങിയാണ്. ആ ഒരു ചെണ്ടയടിയുടെ ശബ്ദം അവിടെ മുഴുവനും ഇങ്ങനെ കേൾക്കുന്നു. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഭീമൻ ശല്യർക്ക് നേരെ ഓടുന്നു, ശല്യർ ഭീമന് നേരെ ഓടുന്നു. ഇങ്ങനെയാണ് പറയുന്നത്. സാധാരണ മനുഷ്യരിൽ ശല്യരുടെ ഗദാപ്രഹരം താങ്ങാൻ ഭീമനെ കൊണ്ടേ സാധിക്കുകയുള്ളൂ. അതുപോലെ മൃഗോദരൻ ഭീമൻ്റെ ഊക്കിനെ താങ്ങാൻ അത് ശല്യരെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള 2 യോദ്ധാക്കൾ പരസ്പരം ഏറ്റുമുട്ടാനായി വരുന്നു. എല്ലാവരും ഭീമൻ തൻ്റെ ഗദ ചുഴറ്റിയ സമയത്ത് ഭീമൻ്റെ ഗദയിലേക്ക് സൂക്ഷിച്ചു നോക്കി. 8 ചുറ്റ് പൊന്നു കെട്ടിയേക്കുന്ന ആ ഗദ ഭീമൻ അതിവേഗത്തിൽ വീശുമ്പോൾ ആ സൂര്യവെളിച്ചവും കൂടെ തട്ടുന്ന ആ സമയത്ത് കയ്യിൽ അഗ്നി കൊണ്ടുള്ളൊരു ഗോളം പിടിച്ചുകൊണ്ട് ഭീമൻ പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ശല്യർ ഭീമന് നേരെ ഓടിപ്പോയപ്പോൾ ശല്യർ തൻ്റെ ഗദ ചുഴറ്റിയ സമയത്ത് യോദ്ധാക്കളെല്ലാവരും ശല്യരുടെ ഗദയിലേക്ക് നോക്കി. ആ ഗദ സൂര്യവെളിച്ചത്തിൽ ഇടിമിന്നൽ കൊണ്ടുണ്ടാക്കിയ ഒരു ഗദ കണക്ക് തോന്നി. അങ്ങനെ 2 പേരും പരസ്പരം നേർക്ക് നേരെ വന്നിട്ടിങ്ങനെ വട്ടം ചുറ്റാൻ തുടങ്ങി. വട്ടം ചുറ്റി ഭീമൻ ഈ ഗദ ഇങ്ങനെ ചുഴറ്റി വീശി അതിൻ്റെ ആ ഒരു മൊമെൻ്റത്തിൽ, ആ ഒരു ഊക്കിൽ ശല്യർക്ക് നേരെ ഒരു പ്രഹരമായിരുന്നു. ശല്യർ തൻ്റെ ഗദ കൊണ്ട് ആ ഒരു ഗദാപ്രഹരത്തിനെ തടഞ്ഞ സമയത്ത് ആ ഗദകൾ കൂട്ടിമുട്ടിയ സ്ഥലത്ത് നിന്ന് വൃത്താകൃതിയിൽ, അതായത് വട്ടത്തിന് തീപ്പൊരി ഇങ്ങനെ തെറിച്ചു എന്നാണ് പറയുന്നത്. ഉടനെ തന്നെ ആ അടിയുടെ പ്രഹരത്തിൽ, ആ ഊക്കിൻ്റെ പ്രഹരത്തിൽ 2 പേരും പിറക്കോട്ട് പോയി. ആ ശക്തി
ശല്യർ തിരിച്ചെടുത്ത് കറക്കി ചുഴറ്റി ഭീമന് നേരെ വീശി. ഭീമൻ ആ ഗദാപ്രഹരത്തിനെ തൻ്റെ ഇരുമ്പൻ ഗദ കൊണ്ട് തടഞ്ഞു. ആ തടഞ്ഞ സമയത്ത് 2 ഗദകളും കൂട്ടിമുട്ടിയ സ്ഥലത്ത് കാട്ടിൽ പൊന്നീച്ച പറക്കുന്നത് പോലെ, അതായത് കാട്ടിൽ മിന്നാവിനിങ്ങ് വരുന്നത് പോലെ തീപ്പൊരി അതിൽ നിന്നിങ്ങനെ ഉണ്ടായി ചുറ്റിനും തെറിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ പരസ്പരം വട്ടം ചുറ്റിയും മുന്നോട്ട് കയറിയും പിറക്കോട്ടിറങ്ങിയും തങ്ങളുടെ ഗദകൾ കൊണ്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അവർ പ്രഹരിച്ചു. ശല്യർ ഈ സമയത്ത് ഭീമനും ശല്യരും കൂടെ ചാടി പരസ്പരം ഗദകൾ കൊണ്ട് ഇങ്ങനെ പ്രഹരിച്ച സമയത്ത് അതിൽ നിന്ന് തീപ്പൊരി തെറിച്ചു പോയി ചുറ്റിനുമുള്ള വസ്തുക്കളിൽ വീണ് അത് കിടന്ന് കത്താൻ തുടങ്ങി. അത്രത്തോളം തീപ്പൊരികൾ ഇവരുടെ ഗദകൾ തമ്മിൽ കൂട്ടിമുട്ടിയ സമയത്തുണ്ടായി. 2 പേരുടെ ആരോഗ്യം എപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ശല്യരുടെ ആരോഗ്യം എപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ ഈ സമയത്ത് കുരുക്ഷേത്ര ഭൂമിയുടെ മറ്റൊരു ഭാഗത്ത് നിന്നുകൊണ്ട് ആളുകൾ ഇടിമിന്നലുകളുടെ ശബ്ദം കേൾക്കുക. അപ്പോൾ ഉടനെ ഒരു യോദ്ധാവ് പറയുന്നു, ഇതെന്താ സൂര്യൻ പോയിട്ടില്ല, പക്ഷെ ഇടിമിന്നലിൻ്റെ ശബ്ദം കേൾക്കുന്നു, എന്തോ ദുർനിമിത്തമാണ്. ഉടനെ തന്നെ മറ്റൊരു യോദ്ധാവ് ആ വഴി കൂടെ ഇങ്ങനെ ഓടിപ്പോകുമ്പോൾ അവൻ്റെ പറഞ്ഞു, അതിനെന്നെ ദുർനിമിത്തം എന്ന് പറഞ്ഞു. അത് ദുർനിമിത്തമൊന്നുമല്ല, ഭീമസേനയും ശല്യരും കൂടെ അവിടെ നിന്നും ഗദാപ്രഹരം നടത്തുന്ന ശബ്ദമാണ് ഇടിമിന്നൽ പോലെ കേൾക്കുന്നതെന്ന്. അങ്ങനെ ഗദകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ആകാശത്ത് ഇടിമിന്നലുണ്ടാവുന്ന ശബ്ദം, അതായത് അത്രയും മൂക്കിലാണ് പരസ്പരം ഇവർ പോരാടുന്നത്. അങ്ങനെ ഭീമൻ ഗദ കൊണ്ട് വീശിയ സമയത്ത് ശല്യർ ഒഴിഞ്ഞു മാറുന്നു. ശല്യർ ഗദ കൊണ്ട് വീശുന്ന സമയത്ത് ഭീമൻ മിന്നൽ വേഗത്തിൽ മാറുന്നു. ഭീമന് നേരെ ശല്യർ പാഞ്ഞെടുത്തിട്ട് ഭീമൻ്റെ ഇടത്തെ ഭാഗത്തും വലത്തെ ഭാഗത്തും മാറി മാറി അടിക്കുന്നു. ഭീമനൊരനക്കമില്ലാതെ ഇങ്ങനെ നിൽക്കുന്നു. ശല്യരുടെ ഒരു ഭാഗത്തേക്ക് ഭീമൻ തൻ്റെ ഗദ കൊണ്ട് ഇടിച്ചങ്ങ് കയറ്റി കൊടുക്കുന്നു. ശല്യർക്ക് അവിടെ അപ്പോഴും ശല്യർ ക്ഷമ പാലിച്ചു തന്നു. അങ്ങനെ പോരാട്ടം അങ്ങോട്ട് പ്രകമ്പനം കൊള്ളി 2 പേരും ഒരുമാതിരി ചുവന്ന നിറത്തിലായി. പെട്ടെന്ന് ഗദ ചുഴറ്റി 2 പേരും പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒരൊറ്റ പ്രഹരം. ആ പ്രഹരത്തിൽ 2 പേരും ബോധം കിട്ട് നിലത്ത് വീണു. 2 പേരും നിലത്ത് വീണു. ഈ 2 പേരും നിലത്ത് വീണ സമയത്ത് കൃതവർമാവ് നോക്കിയപ്പോഴത്തേക്കും ഓഹോ, ശല്യർ വീണ് കിടക്കുകയാണ്. ശക്തനായിട്ടുള്ള യോദ്ധാവാണ്, വലിയൊരു സൈന്യത്തിൻ്റെ ആളാണ്, മാതൃദേശത്തിൻ്റെ രാജാവാണ്. അതുകൊണ്ട് പാഞ്ഞു വന്നിട്ട് ഭീമൻ എണീക്കുന്നുണ്ടോ എന്ന് നോക്കി കൃതവർമാവ് ചാടി ഇറങ്ങി ശല്യരെ വലിച്ച് തൻ്റെ രഥത്തിലേക്ക് കയറ്റി ആ ഗദയെടുത്ത് രഥത്തിലേക്ക് വെച്ചിട്ട് അവിടെ നിന്ന് വിട്ടു. ഭീമന് ബോധം വന്ന് എണീച്ചിട്ട് ഭീമൻ ഇങ്ങനെ തലയൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് ചുറ്റിനും നോക്കിയപ്പോൾ ശല്യരെ കാണുന്നില്ല. കൈമുഷ്ടി കൊണ്ട് ഭൂമിയിലേക്ക് ഇടിച്ച് ഭീമനിങ്ങനെ എണീക്കുകയാണ്. ആ എണീക്കുന്ന കാഴ്ച കാണുമ്പോൾ തന്നെ ആളുകൾക്ക് പേടിയാവുന്നു. ഈ സമയത്ത് അവിടെ അഭിമന്യുവിനെ ആക്രമിക്കാനായിട്ട് പാഞ്ഞു കുറച്ച് കൗരവ രാജകുമാരന്മാരെത്തിയെന്ന് പറഞ്ഞല്ലോ. അവർ നോക്കുമ്പോഴത്തേക്ക് ശല്യരെ കൊണ്ട് കൃതവർമാവ് അവിടെ നിന്ന് പോയി. ശല്യർ വീണു. അപ്പോൾ അവരാരും ഇല്ല. പിന്നെ ഒരു ദിശയിലേക്ക് നോക്കിയപ്പോഴത്തേക്കും എന്തോ നിന്ന് കത്തുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഭീമൻ എണീച്ചിട്ട് ആ ഗദയെടുത്ത് ഇങ്ങനെ തോളത്ത് വയ്ക്കുന്നതാണ് കണ്ടേ. അപ്പോൾ ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ കൗരവ രാജകുമാരന്മാർ പെട്ടെന്ന് അവിടെ നിന്ന് സ്ഥലം വിട്ടു. അപ്പോൾ തങ്ങളുടെ പ്രകടനങ്ങൾക്ക് മുന്നിൽ കൗരവസേന ഇങ്ങനെ ഓടുന്നത് കണ്ടിട്ട് പാണ്ഡവന്മാർ ഉറക്കെ ഗർജിച്ചു, അട്ടഹസിച്ചു, അവർ ജയ് വിളിക്കുകയൊക്കെ ചെയ്തു. ഈ സമയത്ത് കൗരവസേന ഇങ്ങനെ പേടിച്ചോടിക്കൊണ്ടിരുന്ന സമയത്ത് അവരുടെ പിന്നാലെ പാണ്ഡവരുടെ സേന ആക്രമിക്കാനായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് അവിടെ സംരക്ഷിക്കാൻ ആരുമില്ലാതെ നിന്ന കൗരവസേനയ്ക്ക് മുന്നിൽ ഒരു രഥം വന്നിങ്ങനെ വട്ടം ചുറ്റി കയറിയങ്ങ് നിൽക്കുക. ആ രഥത്തിൽ നിൽക്കുന്ന യോദ്ധാവ് വില്ലിങ്ങനെ പൊക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒറ്റ സ്വരത്തിൽ, പാണ്ഡവ പക്ഷത്തിലുള്ള എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു, അംഗരാജൻ കർണൻ എന്ന് പറഞ്ഞു. എല്ലാവരും സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഈ യോദ്ധാവ് തൻ്റെ വില്ലി സൈഡിലോട്ട് മാറ്റി ഞാനിങ്ങനെ വലിച്ചു പിടിച്ചപ്പോൾ മുഖം കണ്ടു. അത് കർണനല്ലായിരുന്നു, കർണൻ്റെ മകനായിട്ടുള്ള വൃഷസേനനായിരുന്നു. കർണന് വൃഷൻ എന്നൊരു പേരും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ വൃഷൻ്റെ മകൻ വൃഷസേനൻ. അപ്പോൾ കർണൻ്റെ മകനായിട്ടുള്ള വൃഷസേനനാണ് ഇവിടെ വന്നേ. വൃഷസേനൻ അവിടെ വന്നിട്ട് ആ ഓടിപ്പോണ കൗരവപ്പടയെ സംരക്ഷിക്കാൻ തുടങ്ങി. ഒറ്റയ്ക്ക് അവിടെ വന്ന പാണ്ഡവപ്പടയ്ക്ക് നേരെ വൃഷസേനയിൽ 1000കണക്കിന് അസ്ത്രങ്ങൾ എയ്തങ്ങ് കയറ്റി. എന്നിട്ട് ആ പടയുടെ ഇടയിലേക്ക് വൃഷസേനൻ ഇടിച്ചങ്ങ് കയറിയാ. വൃഷസേനൻ ഇടിച്ച് കയറിയതും 10 ദിശകളിലോട്ടും വൃഷസേനൻ അസ്ത്രങ്ങൾ ചെയ്തുകൊണ്ട് കയറിയേ. വൃഷസേനൻ്റെ ആ ഒരു പോരാട്ട വീര്യത്തിൽ പാണ്ഡവപ്പട പേടിക്കാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന രഥങ്ങളെയും കുതിരകളെയും എല്ലാം വൃഷസേനൻ തകർത്തു വിടുന്നു. വൃഷസേനൻ്റെ രഥം പോകുന്ന വഴിയിലുള്ള ആനകളെല്ലാം ചരിഞ്ഞ് നിലത്ത് വീഴുകയാണ്. അവരെ എല്ലാം വൃഷസേനൻ ആക്രമിച്ച് വീഴ്ത്തുന്നു. വൃഷസേനൻ്റെ ആ ഒരു പോരാട്ട വീര്യം അത്രയും ഭയാനകമായിട്ടുള്ള ഒന്നായിരുന്നു. പെട്ടെന്ന് വൃഷസേനന് നേരെ അസ്ത്രങ്ങൾ വന്നു. അതാരായിരുന്നെന്നറിയോ? അത് നൗലപുത്രനായിട്ടുള്ള ശതാനികനായിരുന്നു. തൻ്റെ സൈന്യത്തിനെ സംരക്ഷിക്കുവാനായിട്ട് ശതാനികൻ അവിടെ വന്നിട്ട് വൃഷസേനന് നേരെ അസ്ത്രങ്ങൾ അയക്കാനിറങ്ങി. ശതാനികൻ ഉടനെ തന്നെ വൃഷസേനൻ്റെ മർമ്മഭാഗങ്ങൾ പിളർക്കുന്നത് പോലെ അസ്ത്രങ്ങൾ അയച്ചു. ഈ സമയത്ത് വൃഷസേനൻ തിരിച്ചയച്ച അസ്ത്രങ്ങൾ ശതാനികൻ്റെ വില്ലും മുറിച്ചു കളഞ്ഞു, കൊടിയും മുറിച്ചു കളഞ്ഞു. അപ്പോൾ ശതാനികൻ ഇപ്പോൾ സുരക്ഷിതനല്ല,
എന്ന് മനസ്സിലാക്കിയ ബാക്കി 4 ഉപപാണ്ഡവർ പെട്ടെന്ന് അവിടെ എത്തിയിട്ട് ശതാനികനെ സംരക്ഷിക്കുവാനായത് ശതാനികന് ചുറ്റിനും നിന്നു. എന്നിട്ട് വൃഷസേനനെ ആക്രമിക്കാനൊരുങ്ങി. അങ്ങനെ ഉപപാണ്ഡവർ വൃഷസേനന് നേരെ എണ്ണമറ്റ അസ്ത്രങ്ങൾ അയച്ചു. ആ അസ്ത്രങ്ങൾ വൃഷസേനനെ യുദ്ധഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാക്കുന്നത് പോലെ വൃഷസേനനെ പൊതിഞ്ഞു എന്നാണ് പറയുന്നത്. ആ അസ്ത്രങ്ങളെ വൃഷസേനൻ നേരിട്ട് കൊണ്ടിരുന്ന ആ സമയത്ത് ഉപപാണ്ഡവർക്ക് നേരെ ശരവർഷം ഇങ്ങനെ വരുന്ന ശബ്ദം ഉപപാണ്ഡവർ കേട്ടു. ഉപപാണ്ഡവർ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അവർ കാണുന്നത് അശ്വത്ഥാമാവിൻ്റെ നേതൃത്വത്തിൽ ഒരു രഥസേന വരുന്നു. ആ രഥസേന അയച്ച അസ്ത്രങ്ങളാണ് ഈ വരുന്നത്. ഉടനെ തന്നെ മറ്റൊരു ദിശയിൽ നിന്ന് ചില അസ്ത്രങ്ങൾ ഇങ്ങനെ ആകാശമാർഗം പറന്നു വന്നിട്ട് ഉപപാണ്ഡവർക്ക് നേരെ വന്ന അസ്ത്രങ്ങളെല്ലാം മുറിച്ചു കളഞ്ഞു. ഉപപാണ്ഡവർ തിരിഞ്ഞു നോക്കിയപ്പോൾ അവരുടെ അച്ഛന്മാരായിരുന്നു. ആരാ? പാണ്ഡവരവിടെ തൻ്റെ മക്കളെ രക്ഷിക്കാനായിട്ടെത്തി. അങ്ങനെ അവിടെ ഒരു ഗംഭീര പോരാട്ടം അങ്ങോട്ട് തുടങ്ങി. ഈ പോരാട്ടം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കുന്ന കണക്കൊരു പോരാട്ടമായിരുന്നു. കാരണം യുദ്ധഭൂമിയുടെ ഒരേ ഭാഗത്ത് തന്നെ നിൽക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? ഭീമസേനൻ, കർണൻ, കൃപര്, ദ്രോണര്, അശ്വത്ഥാമാവ്, ദൃഷ്ടദ്യുമ്നൻ, സാത്യകി, ഇവരെല്ലാവരും കൂടെയാണ് ആ സ്ഥലത്തിപ്പം മെയിനായിട്ട് നിന്ന് പോരാടുന്നത്. അപ്പം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, അവരവിടെ നിന്നുകൊണ്ട് സ്ട്രോങ് ആയിട്ട് അങ്ങോട്ട് പോരാടാൻ തുടങ്ങി. ഈ സമയത്ത് പാഞ്ചാലരും കേകയരും അതുപോലെ ശൃഞ്ജയരും എല്ലാം അവിടെ എത്തി. മത്സ്യദേശവും എല്ലാം അവിടെ എത്തിയിട്ട് അവർ കൗരവപ്പടയെ ആക്രമിക്കാനിറങ്ങി. അവരുടെ ആക്രമണം സഹിക്കാൻ പറ്റാത്ത കൗരവപ്പട അവിടെ നിന്ന് ഓടാനൊരുങ്ങിയപ്പോഴത്തേക്കും ദ്രോണരിത് കണ്ടു. ഇവന്മാർ ഈ ഓടുന്ന കണ്ടുടനെ ദ്രോണരെ വിളിച്ചു പറഞ്ഞു, വീരന്മാരെ ഓടാതീനടാ, ഞാനിവിടെ നിൽക്കുകയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ദ്രോണരങ്ങാണ്ട് പാണ്ഡവപ്പടയെ കയറി ആക്രമിക്കാൻ തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, ദ്രോണർ വാക്ക് കൊടുത്തിട്ട് ഒരു മര്യാദയില്ലാതെ ആ വാക്ക് പാലിക്കാനായിട്ട് കയറി എന്ന് പോരാടുമെന്ന്. അതുപോലത്തെ ദ്രോണരുടെ പോരാട്ടമായി കാണാൻ പോണേ. മേലും കീഴും നോക്കാത്ത രീതിക്ക് ആ ദ്രോണർ ഈ പോരാടാൻ പോണേ. ദ്രോണർ മേലും കീഴും നോക്കാത്ത രീതിക്ക് തൻ്റെ വില്ല് ഉയർത്തി പിടിച്ചുകൊണ്ട് പാണ്ഡവപ്പടയുടെ നടുക്കൂട്ടി ഇടിച്ചങ്ങ് കയറി. എന്നിട്ട് യുധിഷ്ഠിരനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നിലേക്ക് പോയി യുധിഷ്ഠിരന് നേരെ അസ്ത്രങ്ങൾ അയച്ച് യുധിഷ്ഠിരനെ ആക്രമിച്ചു. ഈ സമയത്ത് യുധിഷ്ഠിരൻ ആ പാഞ്ഞു വരുന്ന അസ്ത്രങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറിയിട്ട് ദ്രോണരുടെ ദേഹത്തേക്ക് അസ്ത്രങ്ങൾ ഇത് കയറ്റി. എന്നാൽ അത് ദ്രോണർ മൈൻഡ് ചെയ്തില്ല. ഉടനെ തന്നെ യുധിഷ്ഠിരന് നേരെ ദ്രോണർ ഒരു അസ്ത്രം അയച്ചു. ആ അസ്ത്രം വന്ന് യുധിഷ്ഠിരൻ്റെ വില്ലങ്ങ് മുറിച്ചു കളഞ്ഞു. എന്നിട്ട് വീണ്ടും ദേഷ്യത്തോടു കൂടി ഒരു മയവും ഇല്ലാതെ ദ്രോണർ യുധിഷ്ഠിരനെ ആക്രമിക്കാനായിട്ട് ഇങ്ങോട്ട് കയറിയാണ്. ഈ സമയത്ത് യുധിഷ്ഠിരൻ്റെ രഥം സംരക്ഷിച്ചു കൊണ്ടിരുന്ന പാഞ്ചാലനായിട്ടുള്ള കുമാരൻ ദ്രോണരെ തടഞ്ഞു. എന്നിട്ട് ദ്രോണർക്ക് നേരെ ആക്രമണം നടത്തി. ദ്രോണർക്കും കുമാരനുമിടയിൽ അതിഗംഭീരമായിട്ടുള്ളൊരു പോരാട്ടം. ദ്രോണരെ കുമാരൻ അയക്കുന്ന അസ്ത്രങ്ങളൊന്നും തന്നെ ദ്രോണർ മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ദ്രോണരുടെ നെഞ്ചിലേക്ക് കുമാരൻ അയച്ച അസ്ത്രം തറച്ചു. ഇത് സഹിക്കാൻ വയ്യാതെ ദ്രോണർ തിരിച്ച് കുമാരന് നേരെ അസ്ത്രങ്ങൾ അയച്ചു കുമാരനെ അങ്ങ് വധിച്ചു കളഞ്ഞു. എന്നിട്ട് വീണ്ടും പാഞ്ഞു കയറി അവിടെ ഉണ്ടായിരുന്ന അത്ര പേർക്ക് നേരെയും ദ്രോണർ അസ്ത്രങ്ങൾ അയച്ചു. ശിഖണ്ഡി, ഉത്തമൗജക്, യുധിഷ്ഠിരൻ, നകുല സഹദേവന്മാർ, ഉപപാണ്ഡവന്മാർ, സാത്യകി, ഇവരെയൊക്കെ വിരാടനെ ഒക്കെ ദ്രോണർ അസ്ത്രങ്ങൾ കൊണ്ട് പ്രഹരിച്ചു. അവർക്കൊക്കെ നേരെ ഒന്നിലേറെ അസ്ത്രങ്ങളാണ് ദ്രോണർ അയച്ച് അവരെയൊക്കെ തറച്ചത്. എന്നിട്ട് ദ്രോണരെ വീണ്ടും പാഞ്ഞു കയറുകയാണ് യുധിഷ്ഠിരന് നേരെ. അപ്പോൾ മറ്റുള്ള യോദ്ധാക്കൾ ദ്രോണരുടെ വഴിമുടക്കാനായിട്ട് പെട്ടെന്ന് പരിശ്രമിച്ചു. അസ്ത്രങ്ങൾ അയച്ച് വഴിമുടക്കാൻ നോക്കി. ദ്രോണർ അതിനെയും തകർത്ത് മുന്നോട്ട് കയറുകയാണ്. ഈ സമയത്ത് മഹായോദ്ധാക്കളായിട്ടുള്ള വ്യാഘ്രദത്തിനും സിംഹസേനനും കൂടെ ദ്രോണരുടെ വഴിമുടക്കാനൊരുങ്ങി. എന്നിട്ട് ദ്രോണർക്ക് നേരെ അസ്ത്രങ്ങൾ അയച്ചു. വ്യാഘ്രസേനൻ അയച്ച അസ്ത്രങ്ങൾ ദ്രോണരുടെ ദേഹത്തേക്ക് തറച്ചു. ദ്രോണർ ഇങ്ങനെ ആ അസ്ത്രം കൊണ്ടിട്ട് ഇങ്ങനെ നിന്നു. എന്നിട്ട് വീണ്ടും പൊങ്ങിയ സമയത്ത് സിംഹസേനനും ദ്രോണർക്ക് നേരെ അസ്ത്രങ്ങൾ അയച്ചു. അതും ദ്രോണരുടെ ദേഹത്തേക്ക് തറച്ചു. അങ്ങനെ ദ്രോണർ തൻ്റെ രഥത്തിൽ ഇങ്ങനെ പിടിച്ചവിടെ നിന്ന സമയത്ത് വ്യാഘ്രദത്തിനും സിംഹസേനനും കൂടെ കൈ കൊട്ടിച്ചിരിച്ച് അട്ടഹസിച്ചു. പെട്ടെന്നിങ്ങനെ ദ്രോണർ തല ഉയർത്തി നോക്കിയതും തൻ്റെ വില്ലുയർത്തിയതും ഒരേപോലെയായിരുന്നു. എന്നിട്ട് മിന്നൽ വേഗത്തിൽ ദ്രോണർ അവർക്ക് നേരെ അസ്ത്രങ്ങൾ അയച്ചു. പിന്നെ പാണ്ഡവർ കാണുന്നത് വ്യാഘ്രദത്തിൻ്റെയും സിംഹസേനൻ്റെയും തല തെറിച്ചു പോകുന്നതാണ്. ദ്രോണർ 4 പേരെ ഓൾറെഡി വധിച്ചു. ഒരു മര്യാദയില്ലാത്ത ദ്രോണർ കയറി പോരാടുകയാണ്. വീണ്ടും യുധിഷ്ഠിരനെ ലക്ഷ്യമാക്കി ദ്രോണർ ഇങ്ങനെ പാഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് പാണ്ഡവ സേനയിലെ യോദ്ധാക്കളെല്ലാവരും നിലവിളിച്ചു, അയ്യോ, രാജാവ് വധിക്കപ്പെട്ടു, യുധിഷ്ഠിരൻ വധിക്കപ്പെട്ടു, ദ്രോണർ യുധിഷ്ഠിരനെ വധിച്ചു, നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നും പറഞ്ഞവർ നിലവിളിച്ച സമയത്ത് ദ്രോണരുടെ രഥത്തിൻ്റെ മുന്നിൽ മറ്റൊരു രഥം വന്നിങ്ങനെ വട്ടം വെച്ചങ്ങ് കയറി. ആ രഥം രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ച രഥമായിരുന്നു. ആ രഥം എന്ന് പറയുമ്പോഴത്തേക്കും 2 തേജസ്സുകൾ നിൽക്കുന്ന രഥം പോലെ തോന്നി. ആ രഥം ഇങ്ങനെ വട്ടം തിരിഞ്ഞപ്പോൾ ആദ്യം ദ്രോണർ ശ്രദ്ധിച്ചത് ആ രഥത്തിൻ്റെ സാരഥിയായിരുന്നു, വാസുദേവൻ ശ്രീകൃഷ്ണൻ. കവിധ്വജമുള്ള ആ രഥത്തിൽ നിന്നുകൊണ്ട് അർജുനൻ വട്ടം വെച്ച് കയറിയ സമയത്ത് തുരുതുരാ അസ്ത്രങ്ങൾ എയ്തുകൊണ്ട് ദ്രോണരുടെ സൈന്യത്തിനെ മുടിച്ചുകൊണ്ട് കയറി വന്നായി. അവിടെ അർജുനൻ ക്ഷണനേരം കൊണ്ട് എല്ലുകളും മറ്റ് ആയുധങ്ങളുമെല്ലാം കൊണ്ട് ചുവന്ന നിറത്തിലൊരു പുഴയങ്ങ് സൃഷ്ടിച്ചു.
എന്നിട്ട് കൗരവപക്ഷം നോക്കി നിൽക്കവേ ദ്രോണാചാര്യരുടെ സൈന്യത്തിനെ അർജുനൻ കടന്നു കയറിയെന്ന് ആക്രമിച്ചു. ദ്രോണരും മറ്റുള്ള എല്ലാ യോദ്ധാക്കളും നോക്കി നിൽക്കവേ അർജുനൻ അവർക്ക് നേരെ ശരവർഷങ്ങൾ കൊണ്ട് മൂടുകയാണ്. അർജുനൻ അയക്കുന്ന അസ്ത്രങ്ങൾ ആകാശമാർഗം ഇങ്ങനെ പറന്നു വരുമ്പോൾ ആ അസ്ത്രങ്ങൾ പതിക്കുന്ന സമയം വരെ ആകാശത്ത് സൂര്യനെ കാണാൻ പറ്റുന്നില്ല. അവർ അർജുനനെ നോക്കുമ്പോൾ അർജുനൻ അസ്ത്രം തൊടുക്കുന്നതും ആവനാഴിയിൽ നിന്ന് അമ്പെടുക്കുന്നതും ഒരേപോലെ. ആ അസ്ത്രം തൊടുക്കുന്ന സമയത്ത് എണ്ണമറ്റ അസ്ത്രങ്ങളായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് അർജുനൻ ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല, അത്രത്തോളം കൈവേഗം. ഈ സമയത്ത് സൂര്യാസ്തമയവും കൂടെ ആവാറായി. അർജുനൻ്റെ ഈ അസ്ത്രപ്രയോഗവും കൂടെ ആയപ്പോഴത്തേക്കും ഈ അസ്ത്രങ്ങൾ കൗരവപക്ഷത്തെ നശിപ്പിച്ചുകൊണ്ടും ഇരിക്കുന്നു. ആകാശമാർഗം പോകുമ്പോഴത്തേക്കും ബാക്കി നിൽക്കുന്ന കുറച്ച് വെളിച്ചവും കൂടെ അർജുനൻ്റെ അസ്ത്രങ്ങൾ മറയ്ക്കുന്നു. ആ ഒരു പ്രയോഗത്തിൽ ദ്രോണർക്കും ദുര്യോധനനും തൻ്റെ പക്ഷത്തിലുള്ള യോദ്ധാക്കളെയും ശത്രുപക്ഷത്തിലുള്ള യോദ്ധാക്കളെയും കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ദ്രോണരും ദുര്യോധനനും തങ്ങളുടെ സൈന്യത്തിനെ പിറക്കോട്ട് വലിച്ചു. അത് കണ്ടുടനെ തന്നെ അർജുനൻ അസ്ത്രപ്രയോഗം നിർത്തിയിട്ട് തൻ്റെ സൈന്യത്തിനെയും പിറക്കോട്ട് വലിച്ചു. ഇരുപക്ഷക്കാരും തങ്ങളുടെ ക്യാമ്പുകളിലേക്ക് തിരിച്ചുപോയി. എന്താ ഇത്രയും ദിവസം കാത്തിരുന്നതിൻ്റെ ഫലം, ഇത്രയും ദിവസം കാത്തിരുന്ന ഗംഭീരമായിട്ടുള്ള ചില പോരാട്ടങ്ങൾ ഇന്നത്തെ ദിവസം കാണാൻ പറ്റിയല്ലേ? ഇപ്പോൾ വൃഷസേനനെ ചോദിച്ചവർക്ക് വൃഷസേനനെ കിട്ടിയില്ലേ? ഇപ്പോൾ കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് അരങ്ങേറിയിട്ടുള്ള അതിഭീകരമായിട്ടുള്ള ഏറ്റുമുട്ടലുകളെല്ലാം 11ാമത്തെ ദിവസം തൊട്ടാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള യോദ്ധാക്കളെ ഒന്നും ആയിരിക്കത്തില്ല കുരുക്ഷേത്ര ഭൂമിയിലുള്ള മറ്റുള്ള ദിവസങ്ങളിൽ കാണാൻ പോകുന്ന ആളുകളുടെ മട്ടും ഭാവമൊക്കെ മാറും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ